ബിഗ് ബോസ് സീസൺ 7 മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഒനിൽ മസ്താനി ഇഷ്യൂ. ബിഗ് ബോസ് വീട് മൊത്തം ആളി കത്തയാണ്. കത്തിച്ച ആളാണ്ടോ ഇരിക്കണം നമ്മുടെ ലക്ഷ്മിയുടെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, വെറും ചീപ്പ് ഗെയിം സ്ട്രാറ്റജിയാണ് ലക്ഷ്മി ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ മുതൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആര്യനെയും ഗിസൈലിനെയും അപമാനിച്ചതിന്റെ പേരിൽ ലാലേട്ടൻ അനുമോൾക്കും മസ്താനിക്കും ആവശ്യത്തിൽ കൂടുതൽ ഡോസ് കൊടുത്തതാണ് കഴിഞ്ഞ വീക്കിന്റെ എപ്പിസോഡ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇവർ രണ്ടുപേരും എയറിലായിരുന്നു. സെയിം സാധനമാണ് ഈ വീക്കിൽ റിപ്പീറ്റ് ചെയ്യാൻ പോണത്. പക്ഷേ ഇത്തവണ പൊരിച്ചെടുക്കാൻ പോണത് നമ്മുടെ ലക്ഷ്മീനെ ആയിരിക്കുള്ളൂ. 100% ഉറപ്പാണ്. ഇനി അവിടെ എന്താണ് നടന്നതെന്നുള്ളത് പറയാം. നമ്മുടെ സ്പോൺസർ ടാസ്ക് നടക്കുകയാണ്. ആ ഒരു ടൈമിൽ ഒനിയിൽ അറിയാതെ സ്ലിപ്പായി ഫ്രണ്ടിലേക്ക് വീഴാൻ പോയി. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന ആള് മസ്താനിയാണ്. ആ മസ്താനിയുടെ ഹിപ്പിൻ്റെ അവിടെയായിട്ടാണ് ഒനിയിൽ പിടിച്ചത്. മീൻസ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മൈൻഡിലാണ് ആൾ പിടിച്ചത്. പക്ഷെ മസ്താനി അത് പോയി ലക്ഷ്മിയുടെ അടുത്ത് ഈ കാര്യം പറയും. അത് ഇങ്ങനെയാണോ, ഒരു മോശം ആയിട്ടുള്ള പോലെ എനിക്ക് തോന്നി എന്നുള്ള രീതിയിലാണ് മസ്താനി അത് അവതരിപ്പിച്ചത്. പക്ഷെ അത് കേൾക്കാത്ത പാടി ലക്ഷ്മി അത് ഓടി വന്ന്, അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ഒനിയിൽ വാഷ്റൂമിൽ ഇരിക്കുക. അപ്പം ഒനിയിൻ്റെ അടുത്ത് ഓടി വന്നിട്ട് വേഗം മൈക്ക് ധരിക്കുന്ന പറഞ്ഞ രീതിയിൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ബോസി ആയിട്ടുള്ള ടോക്കായിരുന്നു ലക്ഷ്മി അവിടെ നടത്തിയത്. അത് കേട്ടിട്ട് ഒനിയിൽ ബൈക്ക് ധരിക്കുകയും പിന്നെ ആ ഒരു പ്രശ്നം വേറൊരു രീതിയിൽ ഭയങ്കര വൾഗറായിട്ടുള്ള രീതിയിലാണ് ലക്ഷ്മി അത് എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിച്ചത്. മസ്താനി ലക്ഷ്മിയുടെ അടുത്ത് പറയുകയും ചെയ്തു, ഇത് എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഇത് പ്രൈവറ്റ് ആയിട്ട് തന്നെ സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ മസ്താനി പറഞ്ഞു. പക്ഷേ ലക്ഷ്മിക്ക് അത് പറ്റില്ല. ലക്ഷ്മിക്ക് ഷൈൻ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം പുള്ളിക്കാരി മാക്സിമം അത് എന്താ പറയുക, രക്തം ഊറ്റി കുടിക്കുന്ന രാക്ഷസി എന്ന് പറയില്ലേ, ആ ഒരു ടൈപ്പാണ് കേട്ടോ നമ്മുടെ ലക്ഷ്മി. ബിഗ് ബോസ് വീട്ടിൽ എന്തായാലും ഈ ഒരു പ്രശ്നം വന്നതോടെ നമ്മുടെ ഒനിയിലിന് സപ്പോർട്ടാണ് കേട്ടോ എല്ലാവരും ഒനിയിലിനെ പരമാവധി ആശ്വസിപ്പിക്കുന്നുണ്ട്. അതേപോലെ മസ്താനിയുടെയും കൂടെ നിൽക്കുന്നുണ്ട്. ആരെയും ഒറ്റപ്പെടുത്തിയില്ല. ഈ ഒരു പ്രോബ്ലം പരമാവധി അവർ തന്നെ സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് തന്നെയാണ് ഒനിയിൽ ഈ ഒരു പ്രശ്നം ഹാൻഡിൽ ചെയ്തത്. ഒനിയിൽ കാല് പിടിച്ചാണ് മസ്താനിയുടെ അടുത്ത് മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. പക്ഷേ ഈ ലക്ഷ്മി കാണിക്കുന്നത് വെറും ചെറ്റത്തരം തന്നെയാണ് പറയാനായിട്ട്. ഈ ആദില നൂറയുടെ അടുത്ത് ഈ ടാസ്ക് എടുക്കുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്, ഈ ചെരുപ്പ് ഫാക്ടറിയുടെ ടാസ്ക് എടുക്കുന്ന ടൈമിൽ ആദില നൂറയ്ക്കെതിരെ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ലക്ഷ്മി സംസാരിച്ചത്. ഇവരെ വീട്ടിൽ കൊള്ളാൻ പറ്റാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതാണ് ഇവരെന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര എന്താ പറയുക, ക്യാരക്ടർ അസാസിനേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ടേം തന്നെയാണ് എടുത്ത് പറയേണ്ടത്. അത്രത്തോളം മോശമായിട്ടുള്ള വാക്കുകളും അത്രത്തോളം മനുഷ്യരെ ഹേർട്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള കാര്യങ്ങളൊക്കെയാണ് ലക്ഷ്മി അവിടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ലാലേട്ടന് ഇതിനെതിരെ ശരിക്കും പ്രതികരിച്ചേ പറ്റുള്ളൂ. പണ്ടത്തെ പോലെ ഇങ്ങനെ വാർണിംഗ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പണിഷ്മെൻറ്റിലൊന്നും ഒതുക്കുകയല്ല ചെയ്യേണ്ടത്. നല്ല രീതിക്ക് തന്നെ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്നാണ് പ്രേക്ഷകരായിട്ടുള്ള എല്ലാവരുടെയും തന്നെ ഒരു റിക്വസ്റ്റ്.